അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 5-ാം പാഠത്തിൻ്റെ ക്ലാസ്സാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസുൽ ഖാമിസു, 5-ാമത്തെ പാഠം. മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ ദൂതനാകുന്ന മുഹമ്മദ് നബി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ ദൂതനാണ്. വ ഖാത്തിമുൽ അംബിയാ, ഈ അംബിയാക്കളിൽ അവസാനത്തവരുമാണ്. അൻസലല്ലാഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അള്ളാഹു ഇറക്കി അൽ ഖുർആന, ഖുർആനിനെ. വൽ ഖുർആനു, ഖുർആൻ കിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബാണ്. വ മുഅ്ജിസത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുമാണ്. ഈ പാഠത്തിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ഇളാഫത്തിനെ കുറിച്ചാണ്. മുലാഫിനെ കുറിച്ചും മുലാഫിലിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ ജറിൻ്റെ ഹർഫ് സങ്കൽപ്പിക്കപ്പെടൽ കൊണ്ട് രണ്ട് ഇസ്മുകൾക്കിടയിലുള്ള ബന്ധത്തിനാണ് ഇളാഫത്ത് എന്ന് പറയുക. കഴിഞ്ഞ പാഠത്തിൽ ജറിൻ്റെ ഹർഫിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ വീഡിയോ കാണാത്തവർ കാണുക. അപ്പോൾ ഈ ജറിൻ്റെ ഹർഫ് സങ്കല്പിക്കപ്പെടൽ കൊണ്ട് രണ്ട് ഇസ്മുകൾക്കിടയിൽ നിസ്ബക്കാണ്, ബന്ധത്തിനാണ് ഇളാഫത്ത് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത് പറയുന്നത് മുലാഫും രണ്ടാമത് പറയുന്നത് മുലാഫ് ഇലൈഹിയുമായിരിക്കും. മുലാഫ് ഇലൈഹിൻ്റെ ഇഅ്റാബ് ജറാണ്, കസ്റാണ്. അപ്പോൾ നബിയുന, നമ്മുടെ നബി. നബിയു എന്നുള്ളത് മുലാഫാണ്, ന എന്നുള്ളത് മുലാഫ് ഇലൈഹിയാണ്. റസൂലുള്ളാഹി, റസൂലു എന്നുള്ളത് മുലാഫാണ്, അള്ളാഹി എന്നുള്ളത് മുലാഫ് ഇലൈഹിയാണ്. ഖാത്തിമുൽ അംബിയായി, ഖാത്തിമു എന്നുള്ളത് മുലാഫ്, അംബിയായി എന്നുള്ളത് മുലാഫ് ഇലൈഹി. കിതാബുല്ലാഹി, അതുപോലെ തന്നെ മുഅ്ജിസത്തുൻ നബി, അതുപോലെ തന്നെ മുഅ്ജിസത്തു എന്നുള്ളത് മുലാഫ്, അന്നബി എന്നുള്ളത് മുലാഫ് ഇലൈഹി. ഇവിടെ മുലാഫ് ഇലൈഹിക്ക് ജറായിരിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി, ഹി എന്ന് പറഞ്ഞ അംബിയാ ഇ, നബിയി, ലാഹി എന്നൊക്കെ പറഞ്ഞത്. നബിയുന അതും ജറാണ്. അത് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കും എങ്ങനെയാണ് ജറായത് എന്നുള്ളത്. അടുത്ത പാരാഫ്. ദാൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചു അന്നാസ, ജനങ്ങളെ, ഇലാ കലിമത്തി തൗഹീദി, തൗഹീദിൻ്റെ വചനത്തിലേക്ക്, ഏകത്വത്തിൻ്റെ വചനത്തിലേക്ക് ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നുള്ള ആ വചനത്തിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചു. ഫഅഖ്റജഹും, അവർ പുറപ്പെട്ടു, മിൻ ത്വരീഖി ദ്വലാലത്തി, ദുർമാർഗത്തിൽ നിന്ന്. ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം. ദ്വലാലത്ത് പറഞ്ഞാൽ ദുർമാർഗം, പിഴച്ച മാർഗം, പിഴച്ചത്. അപ്പോൾ ദുർമാർഗത്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു. ഇലാ സബീലിൽ ഹിദായത്തി, സന്മാർഗത്തിലേക്ക്. സബീൽ എന്ന് പറഞ്ഞാലും മാർഗം അല്ലെങ്കിൽ വഴി. ത്വരീഖിനും സബീലിനും ഒരേ അർത്ഥമാണ്. ഹിദായത്താണ് സന്മാർഗത്തിൻ്റെ. ഇവിടെ കലിമത്തി തൗഹീദി, തൗഹീദിൻ്റെ കലിമത്തിലേക്ക്. അപ്പോൾ ഇലാ കലിമത്തിൻ ബി തൗഹീദി, തൗഹീദിൻ്റെ കലിമത്തിലേക്ക് എന്നുള്ള അർത്ഥം. ആ ബാ സങ്കല്പിച്ച് കൊടുക്കുക, അതിന് ഇൻ്റെ എന്നുള്ള അർത്ഥം സങ്കല്പിച്ച് കൊടുക്കുക. ത്വരീഖ് ദ്വലാലത്തി, ദ്വലാലത്തിൻ്റെ വഴി, ഹിദായത്തിൻ്റെ വഴി. അങ്ങനെ ആകുമ്പോഴാണ് ഇളാഫത്ത് ഉണ്ടാവുക. ഇവിടെ ഒന്നാമത്തത് മുലാഫും രണ്ടാമത്തത് മുലാഫു ഇലൈഹിയുമാണ്. വമിൻ ഗുലുമാത്തുൽ കുഫ്രി, കുഫ്രിൻ്റെ ഇരുളുകളിൽ നിന്ന്, ഇലാ നൂരിൽ ഈമാൻ, ഈമാൻ്റെ വെളിച്ചത്തിലേക്ക് അവരെ പുറപ്പെടുവിച്ചു. ഫഅഖ്റജഹും, അവരെ പുറപ്പെടുവിച്ചു, മിൻ ത്വരീഖിൽ ദ്വലാലത്തി, ദ്വലാലത്തിൻ്റെ വഴിയിൽ നിന്ന്, ഇലാ സബീലിൽ ഹിദായത്തി, ഹിദായത്തിൻ്റെ വഴിയിലേക്ക്. അതുപോലെ വമിൻ ഗുലുമാത്തുൽ കുഫ്രി, കുഫ്രിൻ്റെ ഇരുളുകളിൽ നിന്ന്, ഇലാ നൂരിൽ ഈമാൻ, ഈമാൻ്റെ പ്രകാശത്തിലേക്ക് അവരെ പുറപ്പെടുവിച്ചു. കുഫ്ർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട്
ഉസ്വത്തുൻ ഹസന, ഉസ്വത്തുൻ ഹസനയുണ്ട്, ഉത്തമ മാതൃക. ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ ഉത്തമ മാതൃകയുണ്ട്. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃകയുണ്ട്. ഇവിടെ റസൂലില്ലാഹി എന്ന് പറഞ്ഞു. റസൂൽ എന്നുള്ള മുദാഫി, അല്ലാഹി എന്നുള്ള മുദാഫിലേഹി. വഖാല നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു, തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടു, ലി ഉതമ്മിമ, പൂർത്തീകരിക്കാൻ വേണ്ടി, മകാരിമൽ അഖ്ലാഖ്, വിശിഷ്ട സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. ഇവിടെ മക്കാരിമുൽ അഖ്ലാഖ് എന്ന് പറഞ്ഞു. മക്കാരിമുൽ മുദാഫ്, അഖ്ലാഖ് എന്നുള്ളത് മുദാഫു ഇലൈഹി. അഖ്ലാഖിന് ജറായിരിക്കും ഉണ്ടാവുക, ഖി എന്നായിരിക്കും ഉണ്ടാവുക. ഇനി തദ്രീബാത്ത് നോക്കാം. നഖ്റഉ വനഫ്ഹമുൽ മുദാഫ വൽ മുദാഫ് ഇലൈഹി. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം, അൽ മുദാഫ മുദാഫ് ഇലൈഹി വൽ മുദാഫ് ഇലൈഹി മുദാഫ് ഇലൈഹിയെയും. ഒന്നാമത്തെ കളിയിൽ അൽ മുദാഫാണ്, റസൂലു. രണ്ടാമത്തെ കളിയിൽ അല്ലാഹി, റസൂലുല്ലാഹി. ഒന്നാമത്തെ മുദാഫ്, രണ്ടാമത്തെ മുദാഫ് ഇലൈഹി. പാഠത്തെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂൽ. മുഅ്ജിസുൻ നബി, അതുപോലെ തന്നെയാണ്. സബീലുൽ ഹിദായത്തി, ഖാത്തിമുൽ അംബിയായി, കലിമത്തു തൗഹീദി, നൂറുൽ ഈമാൻ. ഇതെല്ലാം മുദാഫ് മുദാഫ് ഇലൈഹി രണ്ടും രണ്ടീച്ച് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നഖ്താറു മുദാഫൻ മുനാസിബൻ മിന നസ്വി വനുക്കമ്മിലു ബിഹിൽ ഫറാഗ. നഖ്താർ നമുക്ക് തിരഞ്ഞെടുക്കാം, മുദാഫൻ മുദാഫിനെ തിരഞ്ഞെടുക്കാം, മുനാസിബൻ യോജിച്ചതായ, മിനൻ നസ്വി നസ്വിൽ നിന്ന്. നസ്വ എന്ന് പറഞ്ഞാൽ പാഠഭാഗത്ത് നിന്ന്. നസ്വിൻ്റെ അർത്ഥം പാഠഭാഗം അല്ലെങ്കിൽ വരികൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പാഠഭാഗത്ത് നിന്ന് നമുക്ക് യോജിച്ച് ചേർത്തെടുക്കാം. വനുക്കമ്മിലു ബിഹിൽ ഫറാഗ, വിട്ട ഭാഗത്ത് നമുക്ക് പൂരിപ്പിക്കുകയും ചെയ്യാം. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് അള്ളാഹി എന്നുണ്ട്, റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലാണ്. അഖ്റജഹും അവരെ പുറപ്പെടുവിച്ചു, മിൻ ത്വരീഖിൽ ളലാലത്തി, ളലാലത്തിൻ്റെ വഴിയിൽ നിന്ന്, ദുർമാർഗത്തിൻ്റെ വഴിയിൽ നിന്ന്, ഇലാ സബീലിൽ ഹിദായത്തി, ഹിദായത്തിൻ്റെ വഴിയിലേക്ക്. അപ്പോൾ സബീൽ എന്നുള്ളതാണ് മുദാഫ്. ഇവിടെ അതിൻ്റെ മുമ്പത്തെ ത്വരീഖ് എന്നുള്ളതാണ് മുദാഫ്. 3 നദൗ ഖത്വൻ, നമുക്ക് വരക്കാം, തഹ്തൽ മുദാഫി, മുദാഫിൻ്റെ താഴെ. അപ്പോൾ മുദാഫിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യുക. വദാഇറത്തൻ, റൗണ്ട് വരക്കാം, ഹൗലൽ മുദാഫിലേഹി, മുദാഫിലേഹിൻ്റെ ചുറ്റും. മുദാഫിലേഹിക്ക് റൗണ്ടും വരക്കുക, മുദാഫിന് താഴെ വരയും വരക്കുക. ഹഖീബത്തുൽ ഉസ്താദി, ഉസ്താദിൻ്റെ ബാഗ്, അല ത്വാവിലത്തി, മേശയ്ക്ക് മുകളിലാണ്, അല്ലെങ്കിൽ മേശയുടെ മുകളിലാണ് ഉസ്താദിൻ്റെ ബാഗ്. ഇവിടെ ഹഖീബത്തു എന്നുള്ളതാണ് മുദാഫ്. അപ്പോൾ അതിൻ്റെ താഴെ വരക്കുക. അൽ ഉസ്താദി, ഉസ്താദിൻ്റെ, ഉസ്താദിൻ്റെ എന്നുള്ളതാണ് മുദാഫ് ഇലൈഹി. അപ്പോൾ ഉസ്താദിന് റൗണ്ടും കൊടുക്കുക. 2 ബന്ദലൂനു ത്വാലിബി ജദീദുൻ, വിദ്യാർത്ഥിയുടെ പാൻറ് പുതിയതാണ്. ഇവിടെ ബന്ദലൂനു എന്നുള്ളതാണ് മുദാഫ്, അതിന് അണ്ടർലൈൻ ചെയ്യുക. അത്വാലിബ് എന്നുള്ളത് മുദാഫ് ഇലൈഹിയാണ്, അവിടെ റൗണ്ടും വരക്കാം. സാഹിലുൽ ബഹരി നദീഫുൻ, കടൽ തീരം വൃത്തിയുള്ളതാണ്. അപ്പോൾ സാഹിലു എന്നുള്ളതാണ് മുദാഫ്, അണ്ടർലൈൻ ചെയ്യുക. ബഹരി എന്നുള്ളതാണ് മുദാഫ് ഇലൈഹി, അതിന് റൗണ്ടും ചെയ്യാം. 4 നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. നസീഹത്തുൽ മുഅല്ലിമി നാഫിയത്തുൻ, അധ്യാപകൻ്റെ ഉപദേശം ഉപകാരപ്രദമാണ്, ഉപകാരമുള്ളതാണ്. നസീഹത്തുൽ മുഅല്ലിമി, അധ്യാപകൻ്റെ ഉപദേശം അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഉപദേശം, നാഫിയത്തുൻ, ഉപകാരപ്രദമാണ്. അപ്പോൾ നസീഹത്തു എന്നുള്ളതാണ് മുദാഫ്, അൽ മുഅല്ലിമി എന്നുള്ളത് മുദാഫ് ഇലൈഹി. അപ്പോൾ അതിൻ്റെ അർത്ഥം എഴുതാനാണ് അപ്പുറത്ത് എഴുതി കൊടുക്കുക. കലാമുൽ കിബാരി ഖയ്യിമുൻ,
മുതിർന്നവരുടെ സംസാരം വിലപ്പെട്ടതാണ്. കലാമുൽ കിബാരി മുതിർന്നവരുടെ സംസാരം. ഖയ്യിമുൻ വിലപ്പെട്ടതാണ്. കലാമു എന്നുള്ള മുദാഫ്, അൽ കിബാരി എന്നുള്ള മുദാഫ് ഇലൈഹി. 3 ഖിറാഅത്തുൽ കിതാബി മുഫീദത്തുൻ പുസ്തക വായന പ്രയോജനമാണ്. ഖിറാഅത്തു എന്നുള്ളത് മുദാഫ്, അൽ കിതാബ് എന്നുള്ള മുദാഫ് ഇലൈഹി. നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ മുഫ്രദും ജംഉം നമുക്ക് മനസ്സിലാക്കാം. നബിയുൻ മുഫ്രദാണ്, അതിൻ്റെ ജംആണ് അംബിയാ നബിമാർ. ഖുലുഖുൻ സ്വഭാവം, അതിൻ്റെ ജംആണ് അഖ്ലാഖ് സ്വഭാവങ്ങൾ. റസൂലുൻ ദൂതൻ, ജംആണ് റുസുലുൻ ദൂതന്മാർ. നൂറുൻ പ്രകാശം, ജംആണ് അൻവാറുൻ പ്രകാശങ്ങൾ. ത്വരീഖുൻ വഴി, അതിൻ്റെ ജംആണ് തുറുഖുൻ വഴികൾ. ദുൽമത്തുൻ ഇരുട്ട്, അതിൻ്റെ ജംആണ് ബഹുവചനമാണ് ദുലുമാത്തുൻ ഇരുട്ടുകൾ. അടുത്തത് 6 നുലാഹിദു വനസുലു ബൈനൽ കലിമത്തിന് കമാ ഫിൽ മിസാലി. നുലാഹിദു നമുക്ക് മനസ്സിലാക്കാം, വനസുലു ബൈനൽ കലിമത്തിന് 2 കലിമത്തുകൾക്കിടയിൽ നമുക്ക് യോജിപ്പിക്കാം. കമാ ഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് യോജിപ്പിക്കാം. ഉദാഹരണം നോക്കുക, ബാബുൻ പ്ലസ് അൽ മദ്രസത്തു. അപ്പോൾ ബാബുൽ മദ്രസത്തി മദ്രസയുടെ വാതിൽ, അതാണ് അർത്ഥം. മുദാഫിലേക്ക് ജറാണ്, അപ്പോൾ അൽ മദ്രസത്തി എന്ന് കൊടുക്കണം. ബാബുൽ മദ്രസത്തി. അടുത്ത ഹുജ്റത്തുൻ പ്ലസ് അൽ ബൈത്തു, അപ്പോൾ കൊടുക്കേണ്ടത് ഹുജ്റത്തുൽ ബൈത്തി. പിന്നെ മുദാഫിന് തൻവീൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ബാബുൻ അൽ മദ്രസത്തി എന്ന് പറയുകയില്ല. ബാബുൽ മദ്രസത്തി. മുദാഫിന് തൻവീൻ ഉണ്ടാവുകയില്ല, അലിഫ്ലാം ഉണ്ടാവുകയില്ല. തുടക്കത്തിൽ അൽ ബാബു ഉണ്ടാവുകയില്ല. അതൊക്കെ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കും. ഹുജ്റത്തുൻ അൽ ബൈത്തു. അപ്പോൾ ഹുജ്റത്തുൽ ബൈത്തി വീടിൻ്റെ റൂം അല്ലെങ്കിൽ വീടിൻ്റെ മുറി. ഖുലുഖുൻ അൽ മുഅ്മിനു. അപ്പോൾ ഖുലുഖുൽ മുഅ്മിനി സത്യവിശ്വാസിയുടെ സ്വഭാവം. ഹഖുൽ മുസ്ലിമി മുസ്ലിമിൻ്റെ അവകാശം. അടുത്തത് നസ്വലു ബൈനൽ കലിമത്തേനി കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ 2 കലിമത്തുകൾക്ക് നമുക്ക് ചേർക്കാം. കലമുൻ പേന, അന ഞാൻ. അപ്പോൾ എൻ്റെ പേന എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കലമീ എൻ്റെ പേന. ബൈത്തുൻ അന എൻ്റെ വീട് എന്നാണ്. അപ്പോൾ ബൈത്തീ എൻ്റെ വീട്. ഖറിയത്തുൻ ഗ്രാമം, അന എൻ്റെ ഗ്രാമം എന്നാണ്. ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഖറിയത്തീ എൻ്റെ ഗ്രാമം. റബ്ബുൻ അൻത, റബ്ബുൻ അൻത, അൻതറ നീ. അവിടെ എൻ്റെ റബ്ബ്, നിൻ്റെ റബ്ബ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ റബ്ബുക നിൻ്റെ റബ്ബ്. ഇസ്മുൻ അൻത നിൻ്റെ പേര് എന്നാണ്. ഇസ്മുക. ബലദുൻ അൻത നിൻ്റെ നാട്. ബലദുക അങ്ങനെ കൊടുക്കുക. അടുത്തത് നഖ്റഉൽ ആയാത്തി താലിയ. ശേഷം വരുന്ന ആയത്തുകൾ നമുക്ക് ഓതാം. വനർസുമു നമുക്ക് വരക്കാം. ദാഇറത്തൻ റൗണ്ട് വരക്കാം. ഹൗലൽ മുദാഫി മുദാഫിൻ്റെ ചുറ്റുഭാഗത്തും റൗണ്ട് വരക്കാം. വനഖത്തു നമുക്ക് വരക്കാം. തഹ്തൽ മുദാഫിലേഹി മുദാഫിലിൻ്റെ താഴെ. അപ്പോൾ മുദാഫിന് റൗണ്ടും മുദാഫിലേക്ക് വരയുമാണ് കൊടുക്കേണ്ടത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, ബിറബ്ബിന്നാസ് ജനങ്ങളുടെ റബ്ബിനോട്, അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അർത്ഥം. ഇവിടെ റബ്ബ് എന്നുള്ളതാണ് മുദാഫ്, അന്നാസി എന്നുള്ളതാണ് മുദാഫിലേഹി. അപ്പോൾ റബ്ബിന് റൗണ്ടും ഇടുക, അന്നാസി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യുക. മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവിനോട്. മലിക്ക് എന്നുള്ളത് മുദാഫും അന്നാസ് എന്നത് മുദാഫിലേഹിം. ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനോട്, അതായത് അള്ളാഹുവിനോടെന്ന് അർത്ഥം, മുഴുവനായിട്ടുള്ള അർത്ഥം അള്ളാഹുവിനോടെന്ന് അർത്ഥം. അപ്പോൾ ഇലാഹി എന്നുള്ളത് മുദാഫ്, അന്നാസ് എന്നുള്ളത് മുദാഫിലേഹി. മിൻ ഷെദിൽ വസ്വാസിൽ ഖന്നാസ് ഖന്നാസ് ആകുന്ന, ഖന്നാസ് എന്ന് പറഞ്ഞാൽ പതുങ്ങി നിൽക്കുന്ന, വസ്വാസ് എന്ന് പറഞ്ഞാൽ പിശാചിന് പറയുന്ന പേരാണ്.
അപ്പോൾ പതുങ്ങി നിൽക്കുന്ന പിശാചിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഷെറിൽ നിന്ന് ഔദു ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പോൾ പതുങ്ങി നിൽക്കുന്ന പിശാചിൻ്റെ ഷെറിൽ നിന്ന്, വിപത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇവിടെ മിൻ ഷെരി എന്നുള്ളതാണ് മുദാഫ്, അൽ വസ്വാസി എന്നുള്ളതാണ് മുദാഫ് ഇലൈഹി. അടുത്തത് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അല്ലദീ എങ്ങനത്തെ ശൈത്വാനാണ്, പിശാചാണ്. യുവസ്വിസു അവൻ വസ്വാസ് ഉണ്ടാക്കും, ദുർബോധനം നടത്തും, ഫീ സുദൂരിന്നാസ് ജനങ്ങളുടെ ഹൃദയത്തിൽ ദുർബോധനം നടത്തുന്ന, വസ്വാസ് ഉണ്ടാക്കുന്ന ഷെയ്ത്താൻ. ഇവിടെ സുദൂർ എന്നുള്ളതാണ് മുദാഫ്, അന്നാസ് എന്നുള്ളതാണ് മുദാഫ് ഇലൈഹി. അപ്പോൾ സുദൂർ എന്നുള്ളതിന് റൗണ്ട് കൊടുക്കുക, അന്നാസ് എന്നുള്ളതിന് അണ്ടർലൈൻ കൊടുക്കുകയും ചെയ്യുക. അടുത്ത അൽ മുഅ്ജമു ഉസ്വത്തുൻ, അതിൻ്റെ അർത്ഥം മാതൃക. മകാരിമുൽ അഖ്ലാഖ്, വിശിഷ്ട സ്വഭാവങ്ങൾ, ഇതതിൻ്റെ അർത്ഥം. ഈ പാഠത്ത് കാര്യമായിട്ട് പഠിക്കാനുള്ളത് മുദാഫിനെ കുറിച്ചും മുദാഫിലിനെ കുറിച്ചുമാണ്. മുദാഫ് എന്താണ്, മുദാഫിലി എന്താണ്, ഇളാഫത്ത് എന്താണ്, ഇതെല്ലാം തുടക്കത്തിൽ പറഞ്ഞു. എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാകാത്തവർ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.